ഹലോ, മീൻ മുട്ട കഴിച്ചിട്ടുണ്ടോ? ഇന്ന് നമുക്ക് എങ്ങനെയാണ് മീൻ മുട്ട ഇലയിൽ പൊരിച്ചെടുക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റാട്ടോ. കഴുകി വൃത്തിയാക്കിയ മീൻ മുട്ടയിലേക്ക് നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് ഇവ ചേർത്ത് മിക്സിക്കകത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ആ കൂടെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കാം. തേങ്ങ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മീൻ മുട്ടയ്ക്ക്. അതിനുശേഷം നമുക്ക് ഒരു പരന്ന പാനിലേക്ക് അല്പം മാത്രം എണ്ണ ഒഴിച്ച് ഒരു വാഴയില അതിലേക്ക് വെച്ച് കൊടുക്കാം. ആ വാഴയുടെ മേലിലേക്ക് നമ്മളിപ്പോൾ മിക്സിക്കകത്ത് അടിച്ചെടുത്തില്ലേ മീൻ മുട്ട, അത് നമുക്ക് സാവധാനം ഒന്ന് പരത്തി കൊടുക്കാം. നല്ല കനം കുറച്ച് പരത്തിയെടുക്കണേ. ഞാനിതൊരു വാഴയില വെച്ച് എന്തിനാണെന്നറിയാമോ? നമ്മളിത് കനം കുറച്ച് പരത്തിയെടുക്കുമ്പോൾ ഈ മീൻ മുട്ട വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വാഴയില വെച്ച് കൊടുത്തത്. അപ്പോൾ വാഴയില താഴെയും മേളിലും തിരിച്ചും മറിച്ചും നമ്മൾ വാഴയില തന്നെ ഇട്ട് അങ്ങ് വേവിച്ചെടുക്കുകയാണ്. ഈ മീൻ മുട്ടയ്ക്ക് ധാരാളം വേകുവാനുണ്ട്, നന്നായിട്ട് വേകണം. അതിന് പണ്ടൊക്കെ ഇതിന് മുകളിൽ ഇങ്ങനെ വെയിറ്റ് വെച്ച് കൊടുക്കുമായിരുന്നു. അതിന് പകരം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നന്നായിട്ട് വെന്ത് വരണം. നന്നായിട്ട് വെന്ത് വരുമ്പോഴാണ് ടേസ്റ്റ്. തിരിച്ചും മറിച്ചും വാഴയിലയിൽ തന്നെയാണ് നമ്മൾ ഇടുന്നത്. വാഴയില ഇടാത്ത ഭാഗം ഇങ്ങനെ പൊട്ടിപ്പോകുന്ന കാണാം. അത് എനിക്ക് എളുപ്പത്തിൽ അതിനു വേണ്ടിയാണ് ഞാൻ ഈ വാഴയില തന്നെ എടുത്തത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. വാഴയില ഉണ്ടെങ്കിൽ നമുക്കത് ഒന്നിച്ച് നമ്മൾ ശരിക്കും മുട്ടയൊക്കെ നമ്മൾ പൊരിച്ചെടുക്കത്തില്ലേ, അതുപോലെ വരും. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തത്. പിന്നെ ഈ വാഴയിലയിൽ പൊരിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് അപാരമാണ് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിലും ചെയ്ത് നോക്കണം. ഈ മീൻ മുട്ട പൊരിക്കുമ്പോഴെല്ലാം ഞാൻ ഓർക്കുന്നത് എൻ്റെ ഗ്രാൻഡ് മദറിനെയാണ്. എപ്പോൾ മീൻ മുട്ട കിട്ടിയാലും അത് ഇതുപോലെ പൊരിച്ച് ഇങ്ങനൊരു വാഴയിലക്കകത്ത് വെച്ച് കഴിക്കാൻ തരുമായിരുന്നു. നല്ല ഹെവി ആയൊരു ഫുഡാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ. താങ്ക് യു.